ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. കുരിശാണ് നോയമ്പുകാല വിചാരങ്ങളുടെ അച്ചുതണ്ട്. സർവ്വതും ഭ്രമണം ചെയ്യുന്നത് അതിനു മീതെയാണ്. ഭൂമി മുഴുവൻ ഒരു കുരിശടയാളം വീണിട്ടുണ്ട്, പതിഞ്ഞിട്ടുണ്ട്. മാനവരാശിക്ക് മീതെ, ചരാചരങ്ങൾക്ക് മീതെ ഒക്കെ മനുഷ്യ ശരീരം തന്നെ ഒരു കുരിശിനെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് ജോണതൻ ക്ലോസിന് നിരീക്ഷണമുണ്ട്. ഒരില ആകാശത്തിലേക്ക് ഉയർത്തി, സൂര്യവെളിച്ചത്തിലേക്ക് ഉയർത്തി, അതിൽ തെളിയുന്നത് കുരിശാണെന്ന് നിക്കോസ് കസൻസാക്കിസ് എന്ന എഴുത്തുകാരൻ്റെ സാക്ഷ്യമുണ്ട്. എല്ലായിടത്തും കുരിശടയാളത്തിൻ്റെ മുദ്രകൾ ആഴത്തിൽ തെളിഞ്ഞോ മറഞ്ഞോ ഒക്കെ കിടപ്പുണ്ട്. പറഞ്ഞു വരുന്നതാണ്, മനുഷ്യൻ ഒഴിവാക്കാനാവാത്ത, പരിഹാരമില്ലാത്ത, ശമനമില്ലാത്ത ചില ദുരനുഭവങ്ങളുടെ പേരാണ് കുരിശ്. എന്തുകൊണ്ട് എന്നതിന് കാര്യമായ ഉത്തരവൊന്നുമില്ല. വിശേഷിച്ചും ഈശ്വരനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കരുതുന്ന മനുഷ്യരെ വല്ലാതെ തകർക്കുന്ന ചോദ്യമാണ്, ഇത്രയും പറ്റി നിന്നിട്ടും, ഇത്രയും ചേർന്നിട്ടും എന്തേ നിങ്ങൾക്ക് ഈ ദുരന്തം, എന്തേ നിങ്ങൾക്ക് ഇത്തരം ദുരിതങ്ങൾ? ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ ദേശത്തെ നല്ലൊരു അഭിനേത്രി പൂജാമുറിയിലെ വിളക്കിൽ നിന്ന് തീ ആളിപ്പടർന്ന് മരിച്ചു. അത് കേട്ടുകൊണ്ടിരുന്ന ഒരു ചങ്ങാതി പറഞ്ഞു, പൂജാമുറിയിലെ വിളക്കിൽ നിന്നും ഭക്തയെ രക്ഷിക്കാൻ കഴിയാത്ത എന്തു ദൈവം? സങ്കടം കൊണ്ടായിരിക്കും ആളെ ചോദിച്ചത്. പക്ഷേ പല രീതിയിൽ, പല അനുപാതങ്ങളിൽ ഭൂമിയിലെമ്പാട് നിന്നും എല്ലാ കാലങ്ങളിലും ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. 2000 വർഷം പഴക്കമുള്ള ഒരു ബുദ്ധധാരയിൽ നിന്ന്, കുറച്ച് എത്തീസവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ബുദ്ധധാരയിൽ നിന്ന് നാഗാർജുന എന്ന് പറയുന്ന ചിന്തകൻ ചോദിക്കുന്ന ചോദ്യം ഫിലോസഫി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അത്, ഗോഡ്സ് ആർ ഇറ്റേണൽ സ്കൗണ്ടൽസ് ഇൻകേപ്പബിൾ ഓഫ് റിലീവിങ് മാൻസ് സഫറിങ്സ്. മനുഷ്യൻ്റെ സങ്കടങ്ങളോട് ധാരണയില്ലാത്ത, അതിന് പരിഹാരമില്ലാത്ത നിതാന്ത തെമ്മാടിയുടെ പേരാണ് ദൈവം. ഇതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ദൈവനിഷേധമാണെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് കൊടിയ വിഷാദങ്ങളിൽ ലോകത്ത് ഏതൊരു മനുഷ്യനും ചോദിച്ചു പോകാവുന്ന വളരെ സ്വാഭാവികമായ ഒരു അന്വേഷണമാണിത്. എന്തിന് നല്ലവർ സഹിക്കേണ്ടതായിട്ട് വരുന്നു? എന്തിന് നല്ലവരെന്നല്ല, എന്തിന് മനുഷ്യർ സഹിക്കേണ്ടതായിട്ട് വരുന്നു? ആ ജനറലായിട്ട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. പഴയ നിയമത്തിൽ ആ ചോദ്യം ചോദിക്കുന്ന ജോബാണ്. എന്നിട്ടോ ജോബിന് ഉത്തരം കിട്ടുന്നില്ല. കുറേ മറുചോദ്യങ്ങൾ കൊണ്ട് ദൈവം ജോബിനെ നേരിടുകയാണ്. ഒടുവിൽ ജോബ് പറയുന്നുണ്ട്, ഇനി ഞാൻ വാബൂട്ടുകയാണ്. അതിൻ്റെ അർത്ഥം ഈ ചർച്ച ഇനി മുമ്പോട്ട് പോകുന്നില്ല. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ മകൻ നിലവിളിക്കുകയാണ്, ഏൽ ഏൽ ലാമ ശബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തിനെന്നെ കൈവിട്ടു? അയാൾക്കും കിട്ടുന്നില്ല ഉത്തരം. പിതാവ് പുലർത്തിയ നിശബ്ദതയെക്കുറിച്ച് വേദപുസ്തകം പഠിക്കുന്നവർ പറയുന്നത് അഗ്രസീവ് സൈലൻസ് എന്നാണ്. ദ മോസ്റ്റ് അഗ്രസീവ് സൈലൻസ്, കഠിനമായ, വയലൻ്റായ ഒരു നിശബ്ദതയാണ് ആകാശങ്ങളിൽ നിന്നുണ്ടായത്. അപ്പോൾ കാലാകാലങ്ങളിൽ നിന്ന്, ഭക്തരിൽ നിന്നും, വിശ്വാസികളിൽ നിന്നും, ഈശ്വരൻ നിഷേധിക്കുന്നതെന്നും ഒക്കെ ആ ചോദ്യം ഉയർന്നിട്ടുണ്ട്, എന്തിനാണ് സഹിക്കേണ്ടി വരിക? അതുകൊണ്ട് തന്നെ കുരിശ് പലപ്പോഴും നമ്മൾ കരുതുന്ന കണക്ക് എന്തിനു സഹിക്കണം എന്നുള്ള ഉത്തരമല്ല. ഒരു കാര്യമൊന്ന് പശ്ചാത്തലത്തിൽ വച്ചാൽ നല്ലതാണ്, കഷ്ടകാലങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോളിസിയുടെ പേരല്ല ദൈവം. ഒരു ഇൻഷുറൻസ് പോളിസിയൊക്കെ എടുക്കുന്ന കണക്ക് എന്തെങ്കിലും ദുരന്തം സംഭവിക്കുമ്പോൾ നമ്മളെ തടുത്ത് പിടിക്കുന്ന, പ്രതിരോധിക്കുന്ന ഒരനുഭവത്തിൻ്റെ പേരൊന്നുമല്ല ദൈവം. ലോകമെമ്പാടും ദൈവവുമായിട്ട് പറ്റിയുന്ന മനുഷ്യർ കടന്നു പോയിട്ടുള്ള, അത് പ്രവാചകന്മാരാവട്ടെ, സാധകരാവട്ടെ, ഭക്തരാവട്ടെ, സാധാരണക്കാരാവട്ടെ, അവർക്ക് കടന്നുപോയ ദുരന്തങ്ങളുടെ കഥകൾ, അതിൻ്റെ ഗുരുത്വങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും വായിച്ചറിയുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നന്നായിട്ട് ചങ്കി കൈവച്ച് പറയാവുന്നൊരു കാര്യമാണിത്. ദൈവം കഷ്ടകാലങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പോളിസിയല്ല. അപ്പം അതിന് മീതെയുള്ള എന്തോ ചില പ്രകാശം നിശ്ചയമായിട്ടും കുരിശിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ മക്കളുടെ ക്ലാസ്സിലൊക്കെ പറയുന്നൊരു വർത്തമാനമുണ്ട്, കുരിശ് എന്തിന് സഹിക്കുന്നുള്ളതിൻ്റെ അന്വേഷണമല്ല, മറിച്ച് എങ്ങനെ കുലീനമായിട്ട് പരിഹാരമില്ലാത്ത ചില അനുഭവങ്ങളെ, ശമനമില്ലാത്ത ചില ദുരന്തങ്ങളെയൊക്കെ നേരിടാമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ശിക്ഷണത്തിൻ്റെ പേരാണ് കുരിശ്. കുരിശ് ലേണിങ്ങാണ്, ഓരോരുത്തരും പഠിക്കേണ്ട പാഠത്തിൻ്റെ പേരാണ് കുരിശ്. അതുകൊണ്ടാണ് തൻ്റെ പരസ്യജീവിതം യേശു ആരംഭിച്ചത് ഇത് പറഞ്ഞുകൊണ്ടാണ്, നിങ്ങൾ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക. നിങ്ങൾ കടന്നു പോയിട്ടുള്ള ദുരനുഭവങ്ങളെ എൻ്റെ അതിൻ്റെ പശ്ചാത്തലത്തിൽ, അതിൻ്റെ പ്രകാശത്തിൽ ഒന്നുകൂടി വായിച്ചെടുക്കുക, അതിനെ ഒന്നുകൂടി പുനർനിർണ്ണയിക്കുക, ഒന്നുകൂടി റീഡിഫൈൻ ചെയ്യുക. അപ്പോൾ കുരിശനുഭവങ്ങളെ ഒന്നുകൂടി പ്രകാശത്തോടു കൂടി കാണാനായിട്ട്, കുലീനമായിട്ട് കാണാനുള്ള ക്ഷണമാണ് ഓരോ നോയമ്പ് കാലവും നമ്മൾ ഉണർത്തേണ്ടത് ആത്യന്തികമായിട്ട്. അതുകൊണ്ട് തന്നെ യേശു സഹനത്തിന് വേണ്ടി
കരുതി വച്ചിരുന്നൊരു പദം നമ്മൾ ഇത്തരം ദിനങ്ങളിൽ ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കണം. യേശു സഹനത്തിന് കണ്ടുപിടിച്ചൊരു വാക്ക് അന്നോളം ആരും ഉപയോഗിക്കാത്തൊരു വാക്കാണ്. കുരിശിന് വഴി പ്രാർത്ഥനകളുടെ ഒടുവിലൊക്കെ നമ്മൾ ആ പ്രാർത്ഥന ഉറക്കെ ചൊല്ലുന്നുണ്ട്, എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട്. ഓർക്കുമ്പോൾ എന്തൊരു വലിയൊരു കയത്തിലേക്കാണ് നമ്മളിങ്ങനെ എത്തി നോക്കുന്നത്. ആ വാക്ക് എന്തൊരു ആഴമുള്ളൊരു കിണർ കണക്കാണ് എനിക്ക് അനുഭവപ്പെടുന്നത് പലപ്പോഴും. ചിലപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിലതെറ്റി നമ്മൾ അതിനകത്തേക്ക് വീണ് പോകും. സഹനത്തിൻ്റെ മനുഷ്യൻ, യേശയ്യാക്കാളെ വിശേഷിപ്പിക്കുന്ന വാക്ക് സഹനദാസൻ എന്നാണ്. എത്ര ഇടങ്ങളിലാണ് യേശുവിന് വേണ്ടി ആ വിശേഷണം കരുതി വെക്കുന്നത്. സെർവൻറ്റ് ഓഫ് സഫറിങ് സെർവൻറ്റ്. ആ സഫറിങ് സെർവൻറ്റ് സഹനത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഇതൊരു ജ്ഞാനസ്നാനമാണ്. ഒത്തിരി നേരം ഒന്ന് കണ്ണുപൂട്ടിയിരുന്ന് ആ വാക്കിൻ്റെ അർത്ഥധ്വനികളെയൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. സഹനം എങ്ങനെയാണ് ജ്ഞാനസ്നാനമാകുന്നത്? സഹനം എന്താണ്? എങ്ങനെയാണ് മാമോദിസയായിട്ട് മാറുന്നത്? അപ്പോൾ എന്താണ് മാമോദിസ എന്നൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കുന്നത് നല്ലതാണ്. എന്താ മാമോദിസ? ബോധപൂർവം സ്നേഹപൂർവ്വം നിങ്ങൾ പ്രവേശിക്കുന്നൊരു കർമ്മം. അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ ജീവിതാനുഭവങ്ങൾ, പുതിയ വായന, ആ പുതിയ പിറവി, ഒപ്പം ആകാശത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ചില ഉറപ്പുകൾ, ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് മാമോദിസയെ നിർണ്ണയിക്കുന്നതെങ്കിൽ സഹനത്തെ സ്നാനമായിട്ട് വായിക്കാനായിട്ട് പഠിപ്പിച്ച ആ ഗുരു ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അതിനൊന്ന് വളരെ വേഗത്തിലൊന്ന് കണ്ടുപോകുന്നത് നല്ലതാണ്. എല്ലാ സഹനമൊന്നും സ്നാനമാവുന്നില്ല. കുതിരാത്ത സഹനമാണ് സ്നാനം. യേശയ്യ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബലിക്ക് വേണ്ടി കൊണ്ടുപോയ കുഞ്ഞാട് കൊതറിയില്ല. ലോകത്തെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇറച്ചിമുട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു മൂരിക്കൂട്ടൻ കൊതറാതിരിക്കുന്നത്? കണ്ടു. 500 വർഷങ്ങൾക്ക് ശേഷം പീലാത്തോസിൻ്റെ അരമനയെ വെച്ച് യേശുവിനോട് ഏറ്റവും അനുഭാവം പുലർത്തിയ ഒരു മനുഷ്യൻ്റെ പേര് പീലാത്തോസ് ആയിരുന്നു. അയാൾക്ക് ഇനി യേശുവിനെ രക്ഷിക്കണമെന്നുണ്ട്. കാരണം അയാളുടെ മേശപ്പുറത്തൊരു ചെറിയ കുറിപ്പ് കിടപ്പുണ്ട്, ഭാര്യ ക്ലോഡിയ. വളരെ കൗതുകമുള്ള ഒരു നിരീക്ഷണം ഇതാണ്, യേശുവിൻ്റെ ആ പീഡാനുഭവ വഴികളിൽ യേശുവിനോട് ഏറ്റവും കൂടുതൽ അനുഭാവം കാണിച്ചത് സ്ത്രീകളാണ്. അവരുടെ ദയയാണ് അവർക്ക് കൂട്ടുവന്നത്. അതിങ്ങനെ പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് ആരംഭിക്കുന്നു, അത് അവസാനിക്കുന്നത് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന സ്ത്രീകളിലാണ്. ഈ സ്ത്രീകൾ കൂടെ ഉണ്ട്. ദാ പീലാത്തോസിൻ്റെ അരമനയിൽ അയാൾ വിധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ, വിധിവാദം ഉച്ചരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു കുറിപ്പ് വരികയാണ്, നിങ്ങൾ വിധിക്കാൻ പോകുന്ന ഈ നീതിമാൻ ഇന്നലെ ഉറക്കത്തിൽ വന്ന് എന്നെ ക്ലേശിപ്പിച്ചു, എന്നെ നിദ്രയെ ഭംഗപ്പെടുത്തി. സ്വന്തം ഭാര്യയുടെ കിനാവിലേക്ക് ഇറങ്ങി വന്ന അവളുടെ ഉറക്കത്തെ കെടുത്തുന്ന വിധത്തിൽ പ്രഭയുള്ളൊരു മനുഷ്യനുമായിട്ടാണ് താൻ ഇടപെടാൻ പോകുന്നതെന്ന് വ്യക്തമായ ധാരണ കിട്ടിയ പീലാത്തോസ് വളരെ ബോധപൂർവം യേശുവിനെ രക്ഷിക്കാൻ ചില ശ്രമങ്ങളിൽ ഏർപ്പെട്ടു. ഒത്തിരി കാര്യങ്ങൾ അയാൾ ചെയ്തു നോക്കുന്നുണ്ട്. യേശുവിനെ അടിമുടി അടിച്ച് ഒറ്റവണമാക്കുന്നത് പോലും അവന് ചുറ്റിനും വേണ്ടി, അവൻ്റെ രക്തത്തിന് വേണ്ടി കലഹിക്കുന്ന, അവൻ്റെ രക്തത്തിന് വേണ്ടി മുറവിളിക്കുന്ന മനുഷ്യരിൽ അനുഭവം ഉണ്ടാക്കാൻ വേണ്ടി എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളുണ്ട്. എന്നിട്ടോ യേശുവിൻ്റെ മുമ്പാകെ പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും യേശു ഉത്തരം കൊടുത്തില്ല. ആദ്യകാല മാനുസ്ക്രിപ്റ്റുകളിലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ മൗനം ദേശത്തിൻ്റെ അധിപനെ നടുക്കി. ചെയ്താന്ന് ചോദിക്കുമ്പോൾ ചെയ്തില്ലെന്ന് പറയാൻ പാടില്ല, ഇല്ല. കാരണം ചെയ്തില്ലെന്ന് പറയുമ്പോൾ പതുക്കെ ഇന്ന് തലയിങ്ങനെ പതുക്കെ നാട്ടേണ്ടി വരും. ഷവർ നാഴെ നിൽക്കുക. ഷവർ നാഴെ നിൽക്കുമ്പോൾ തലയൊന്ന് ചരിച്ചാൽ പോലും വെള്ളം തെറിച്ച് പോകും. അതുകൊണ്ട് ഇങ്ങനെ നിന്നു. പീലാത്തോസ് ചോദിച്ച ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് യേശു ഉത്തരം കൊടുത്തിരുന്നെങ്കിൽ ആ കഥ ഇങ്ങനെ അവസാനിച്ചേനെ. പീലാത്തോസ് പറയും, ചെറുപ്പക്കാരാ, ദാ വാതിൽ തുറന്ന് കിടക്കുക, നിൻ്റെ മോചനത്തിലേക്ക് പോകും. പിന്നെ പോകുന്ന വഴിക്ക് അവിടെ കുറച്ച് സ്ത്രീകൾ നിൽപ്പുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ എൻ്റെ ഭാര്യ ക്ലോഡിയ, അവൾക്ക് നിങ്ങളോട് വലിയ മതിപ്പാണ്. അങ്ങനെ പറഞ്ഞവസാനിക്കേണ്ട ഒരു വിചാരണ നാടകം യേശുവിൻ്റെ നിശബ്ദത കൊണ്ട് മുമ്പോട്ട് പോകുന്നില്ല. ബോധപൂർവം ഏർപ്പെടുക. ഒരാളും എന്നിൽ അടിച്ചേൽപ്പിച്ചതല്ല. യേശു പിന്നീട് പറയുന്ന കണക്ക്, ആരും എൻ്റെ പ്രാണനിൽ നിന്നിൽ എടുക്കുന്നതല്ല, ഞാൻ സ്വയമേ അർപ്പിക്കുക. അപ്പോൾ ഒരു സഹനം മാമോദീസയായി മാറണമെങ്കിൽ ആദ്യത്തെ വിചാരം ഇതാണ്, അതെന്തുമാത്രം ബോധപൂർവമാണ് നിങ്ങൾ ഏർപ്പെടുന്നത്. നിങ്ങൾക്ക് ഒരുക്കപ്പെട്ടതല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരോടും പരാതിയില്ല, ആത്മനിന്ദയും ആവശ്യമില്ല, എനിക്ക് എന്തേ പറ്റി എന്നുള്ള നിലവിളികളുമില്ല. എന്തോ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന വിലയാണ് നിങ്ങളുടെ സഹനം. ചെറിയ മക്കളോട് ഞാൻ പറയാറുണ്ട്, ഇതാണ് ധ്യാനത്തിൻ്റെ ശരീരഭാഷ, വിരിച്ചു പിടിച്ച കരം. ഇത് തന്നെയാണ് സ്നേഹത്തിൻ്റെ ശരീരഭാഷ, വിരിച്ചു പിടിച്ച കരം. പലതിൽ എന്നാ സംഭവിക്കുന്നു, ഒരാളെ ധ്യാനത്തിൽ കൈവിരിച്ച് പിടിച്ചാലും സ്നേഹത്തിൽ കൈവിരിച്ച് പിടിച്ചാലും ദ ബോഡി ഇറ്റ് സെൽഫ് ബിക്കംസ് എ ക്രോസ്. അഗാധ ധ്യാനത്തിലും അഗാധ സ്നേഹത്തിലും മനുഷ്യർ കൈവിരിച്ച് പിടിക്കുമ്പോൾ താനേ ഉണ്ടാകുന്ന അനുഭവത്തിൻ്റെ പേരാ കുരിശ്. അപ്പോൾ മാമോദീസ എന്ന സ്നാനത്തെ യേശു വിശേഷിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ അർത്ഥം അതാണ്, ഇതിങ്ങനെ ബോധപൂർവവും സ്നേഹപൂർവ്വമാണ്. രണ്ടാമതായിട്ട്
ഓരോ മാമോദീസയ്ക്ക് ശേഷം ചില വിശുദ്ധീകരണം വിമലീകരണം സംഭവിക്കുന്നുണ്ട്. ഒരു സഹനാനുഭവത്തിലൂടെ കടന്നുപോയ മനുഷ്യൻ വല്ലാതെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. ആളുടെ ജീവിത വിഷയങ്ങൾക്ക് എന്തുമാത്രം ശുദ്ധിയാണ്. ചിലപ്പോൾ കവികളൊക്കെ പറയുന്ന കണക്ക് മനുഷ്യൻ കരയുന്ന പോലും എന്താണ്, കരയുന്ന പോലെ ഈ കണ്ണിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഈ സങ്കടത്തിന് വേണ്ടി മാത്രമാണ് മനുഷ്യൻ്റെ കരച്ചിലുകളൊക്കെ. അല്ല, കാഴ്ചയ്ക്ക് ശുദ്ധീകരണം ഉണ്ടാകാൻ വേണ്ടിയാണ്. ലോകത്ത് ഏത് കൊടിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യരോട് ചോദിച്ച് നോക്കുക, ആ സഹനം അയാൾ എന്തുമാത്രം വിമലീകരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു പ്രതലം. മൂന്നാമതായിട്ട് സഭയൊക്കെ കരുതുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ, ഓരോ മാമോദീസ ഹൈന്ദവ പാരമ്പര്യങ്ങളിലൊക്കെ വേണമെങ്കിൽ അതിന് ഉപനയനം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒരു ബോധപൂർവമുള്ള ഒരു ഗൗരവമായ എൻട്രിയുടെ പേരാണ് ഉപനയനം എന്ന് പറയുന്നത്. അത്തരം എല്ലാ ഉപനയനങ്ങൾക്കും ജ്ഞാനസ്നാനങ്ങൾക്ക് ശേഷവും ഇങ്ങനൊരു പുതിയ സൃഷ്ടി രൂപപ്പെടുകയാണ്. ദ്വിജൻ എന്ന് പറയുന്നൊരു സങ്കല്പമാണ്. മനുഷ്യൻ രണ്ട് പിറവിയുണ്ട്. ഒന്നിങ്ങനെ ഈ പറയുന്ന കിളികളെക്കുറിച്ച് പറയുന്ന കണക്ക് കിളിക്ക് രണ്ട് പിറവി ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നിങ്ങനെ മുട്ടയായിട്ടൊരു പിറവി, പിന്നെ അതിനകത്തുനിന്ന് തന്നെ വിരിയുന്ന കിളിക്കുഞ്ഞായിട്ട് വേറൊരു പിറവി, ദ്വിജൻ. ഭാരതീയ പാരമ്പര്യത്തിൽ സന്യാസത്തിലേക്ക് തിരിഞ്ഞ മനുഷ്യരെ വിളിക്കുന്ന വാക്ക് ദ്വിജൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്നൊരു വ്യക്തി ഈ കരയിൽ നിന്ന് ഇറങ്ങി മുങ്ങിക്കുളിച്ച് മറുകരയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ താൻ ഉടുത്ത ആ കുളിമുണ്ട് പോലെ ഈ പുഴയിലേക്ക് ഒഴുക്കിക്കളയുന്നു. എന്നിട്ട് നഗ്നനായ മറ്റേ കരയിലേക്ക് കയറുമ്പോൾ അവിടെ അയാളെക്കാത്ത് പുതിയ വസ്ത്രങ്ങൾ, ആചാരമനുസരിച്ചുള്ള വസ്ത്രങ്ങൾ അണിയിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ദ്വിജന രണ്ടാം പിറവിയാണ്. ശരിയായ സഹനത്തിന് ശേഷം ഓരോരുത്തരും രണ്ടാമത് പറഞ്ഞ ആൾക്കാരാണ്. കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ഡിസ്പ്ലേ കാണിച്ചുകൊണ്ട് 3 ചെറിയ മൺകുടങ്ങളിൽ വെള്ളം തിളപ്പിക്കുന്നു. അതിനകത്ത് ഓരോന്നായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക. ഒന്നിനകത്ത് ഒരു കോഴിമുട്ട, രണ്ടാമത്തേനകത്ത് ഒരു ഉരുളക്കിഴങ്ങ്, മൂന്നാമത്തേനകത്ത് കുറച്ച് കാപ്പിക്കുരു, കോഫി ബീൻസ്. തിളച്ച് മറിയുമ്പോൾ തവി കൊണ്ടിങ്ങനെ ഓരോന്നെടുക്കുമ്പോൾ മുട്ട കഠിനമായിട്ടുണ്ട്. ചില മനുഷ്യർക്ക് സംഭവിക്കുന്ന ഇതാണ്. തുടക്കത്തിലൊക്കെ അവർ വളരെ സോഫ്റ്റായ മനുഷ്യരാണ്, പക്ഷേ ദുരനുഭവങ്ങൾ അവരുടെ ജീവിതത്തെ വല്ലാതെ കൈപ്പുള്ളതാക്കി മാറ്റുന്നു, ബിറ്ററാക്കുന്നു. എല്ലാത്തിനോടും അവരിങ്ങനെ കഠിനഹൃദയരായിട്ട് വർത്തിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു. അവരെ വിധിക്കാൻ നമ്മളാര്? അവർ കടന്നുപോയ ദുരനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ നിങ്ങൾ കടന്നുപോയിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനേക്കാൾ കഠിനമായേനെ. രണ്ടാമത്തത്, ആരംഭത്തിൽ കുറച്ച് ഹാർഡായിട്ടുള്ള മനുഷ്യരാണ്, പക്ഷേ ഒരു സഹനാനുഭവത്തിന് ശേഷം അവർ സെൻസിറ്റിവിറ്റി വർദ്ധിക്കുന്നു. കൊടിയ രോഗത്തിലൂടെ കടന്നുപോയൊരു മനുഷ്യന് ഇപ്പോൾ രോഗികളോട് ഒരു കമ്പാഷൻ ഉണ്ടാകുന്ന കണക്ക. രോഗബാധിതനായതിൻ്റെ ചങ്ങാതിയെ പോയി കാണണമെന്ന് തോന്നുന്ന കണക്ക. കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ അനുഭവങ്ങൾ കടന്നുപോയ യഹൂദ സമൂഹമായിരുന്നു ഒരു കാലത്ത് ഈ നാട്ടിൽ ഏറ്റവും കമ്പാഷനേറ്റായ മനുഷ്യനെന്നൊക്കെ നിരീക്ഷണമുണ്ട്. അത്തരം സഹനാനുഭവങ്ങളിൽ നിന്ന് അവരുടെ ജീവിതം അകന്നു പോയപ്പോൾ അവരിപ്പോൾ അങ്ങനെയല്ല എന്നുള്ളത് കൂടി വിഷമിപ്പിക്കുന്ന വിചാരമാണ്. പിന്നെ മൂന്നാമത്തെ ക്വാളിറ്റി പീപ്പിളാണ്. തങ്ങളുടെ സഹനം വഴി തങ്ങളുടെ പരിസരങ്ങൾക്ക് അരോമ കൊടുക്കുന്ന മനുഷ്യരാണ്. കാരണം കോഫി ബീൻസ് അതിനകത്തില്ല, വെള്ളത്തിന് ഒരു പൊൻവർണ്ണമുണ്ട്, നല്ല സുഗന്ധമുണ്ട്. യേശുവിൻ്റെയൊക്കെ സഹനം, യേശുവിൻ്റെ മാത്രമല്ല പ്രവാചകന്മാരുടെ ഗുരുക്കന്മാരുടെയൊക്കെ സഹനം അത് കണക്കാണ്. പരിസരങ്ങൾക്ക് സുഗന്ധം കൊടുക്കുന്ന എല്ലാ ക്രിയേറ്റീവായ അനുഭവങ്ങൾക്ക് പിന്നിലും അങ്ങനെ എന്തുമാത്രം സഹനങ്ങളുടെ കഥയുണ്ട്. അപ്പോൾ ഈ സഹനം എന്നൊക്കെ പറയുന്ന വലിയ പ്രൊഡക്റ്റീവായ അനുഭവമായിട്ടാണ് ഗുരുക്കന്മാർ നിരീക്ഷിക്കുന്നത്. അങ്ങനെ അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. ചൈനയിലെ ഒരു അത്ഭുതമണിയെക്കുറിച്ചുള്ള കഥ ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ കേട്ട ഒരു നേരിയ ഓർമ്മ കിടപ്പുണ്ട്. സംഗീതം മുഴക്കുന്ന മണിയാണ്. അത് ആ ദേശത്തിൻ്റെ അധിപന് ഏറ്റവും വലിയ ശാഠ്യം ഉണ്ടായിരുന്നൊരു കാര്യമാണ്. സംഗീതം മുഴക്കണ ഒരു അമ്പലമണി വേണം. ശില്പി വല്ലാതെ വ്യാകുലപ്പെടുകയാണ്. അയാളുടെ മകൾ പറഞ്ഞു, ഇങ്ങനെ മണി വാർക്കാനായിട്ടുള്ള ലോഹലായനി തിളപ്പിച്ചോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വഴി കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ തിളച്ച് മറിയുമ്പോൾ ഈ ചെറിയ മകൾ അതിലേക്ക് എടുത്തു ചാടി. ആ മണിയാണ് വലിയ സംഗീതം മുഴക്കിക്കൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുള്ള പാരമ്പര്യം. എല്ലാ മനുഷ്യൻ്റെ ക്രിയേറ്റീവായ അനുഭവങ്ങൾക്ക് പിന്നിലും ആരുടെയൊക്കെയോ സങ്കടത്തിൻ്റെ വല്ലാത്ത കഥകളുണ്ട്. ക്രിയേറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ വലിയ പുസ്തകങ്ങൾ, വലിയ ചിത്രങ്ങൾ, ഇതൊക്കെ സൃഷ്ടിക്കുന്നത് മാത്രമല്ല ക്രിയേറ്റീവ്. ഒരു ചെറിയ വീട് പണിയേണ്ടത്, കുടുംബ ജീവിതം കുറേ കൂടി ഭദ്രതയുള്ളതാക്കി മാറ്റുന്നത്, ഒരു തോട്ടം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ വാസ്തവത്തിൽ ക്രിയേറ്റീവാണ്. എല്ലാ ക്രിയേറ്റീവായ അനുഭവങ്ങൾക്ക് പിന്നിലും വലിയ സഹനമുണ്ട്. അപ്പോൾ യേശു പറഞ്ഞ ആ വാക്കിന് ഇങ്ങനെ ഓർക്കുമ്പോൾ എന്തുമാത്രം അർത്ഥധ്വനികളാണ്. എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. ഈ സ്നാനം സ്വീകരിക്കുമ്പോഴും എൻ്റെ ഹൃദയം അശാന്തമാണ്. അങ്ങനെ സഹനത്തിന് യേശു കണ്ടുപിടിച്ച ആ പുതിയ വാക്കാവട്ടെ നോമ്പുകാലത്തെ ഭംഗിയുള്ളൊരു ധ്യാന വിചാരം. ഏതൊരു കാര്യത്തിനും കുറച്ച് ഗൃഹപാഠം നല്ലതാണ്. പെട്ടെന്നൊരു ദിവസം ഈ പറയുന്ന സഹനസ്നാനം സംഭവിക്കണമെങ്കിൽ അതിനകത്ത് ചില ഒരുക്കമൊക്കെ ആവശ്യമുണ്ട്. ഇത്തിരി ഗാർഹിക പരിശീലനങ്ങൾ ആവശ്യമുണ്ട്.
ആ ഗാർഹിക പരിശീലനങ്ങളെക്കുറിച്ച് യേശു ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഗിരിപ്രഭാഷണത്തിലാണ്. ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. 1, വലത് കർണത്തടിക്കുന്നവന് ഇടത് കർണം കാണിച്ചു കൊടുക്കുക. 2, ഒരു കാലം നടക്കാൻ ആവശ്യപ്പെടുന്നതോടൊപ്പം 2 കാലം നടക്കുക. 3, ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. ഒരു പ്രോഗ്രഷൻ ഉണ്ട് ഇതിനകത്ത്. എന്താ ഈ വലത് കർണത്തടിക്കുന്നവന് ഇടത് കർണം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? വല്ലപ്പോഴും ആരെങ്കിലും കൈവച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യാതിരിക്കട്ടെ, ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എതിരെ നിൽക്കുന്ന ആളുടെ വലത് കർണത്തടിക്കുക അത്ര എളുപ്പമല്ല. പിന്നെ അടിക്കാം. എങ്ങനെയാണ്? ഈ കൈയുടെ പിൻഭാഗത്ത് കൊണ്ട് ഇങ്ങനെ അടിക്കാം. ഇത് ലോകത്തെല്ലായിടത്തും വളരെ മീനായൊരു ബോഡി ലാംഗ്വേജാണ്. പോ ചേട്ടൻ അടിക്കുള്ള ഒരു ഗെറ്റപ്പ് പോലും ഇല്ല, നമ്മൾ പറയും അവൻ അടിച്ചിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ. പക്ഷെ അവൻ അപമാനിച്ച രീതി. അപ്പോൾ 1ാമത്തെ ഗൃഹപാഠം ഇതാണ്: ജീവിതം വെച്ച് നീട്ടുന്ന അപമാനങ്ങളെ സ്വീകരിക്കാൻ പറ്റുമോ? ഓരോരുത്തരുടെയും വഴികളിൽ എന്തുമാത്രം അപമാനങ്ങളാണ് കാലവും ലോകമൊക്കെ കരുതി വെച്ചിട്ടുള്ളത്. ബുദ്ധപാരമ്പര്യത്തിൽ ഹക്വി എന്നും പറഞ്ഞൊരു ഗുരുവുണ്ട്. ഒരു ദേശത്തിൻ്റെ മുഴുവൻ ആചാര്യന്. പെട്ടെന്നൊരു ദിവസം ഒരു ഗർഭം ധരിച്ചൊരു ചെറിയ പെൺകുട്ടി തൻ്റെ കുഞ്ഞിന് കാരണക്കാരനായിട്ട് ഈ ഹക്വിനെ ചൂണ്ടിക്കാട്ടുന്നു. അവളുടെ പേടിയില്ല. ഗ്രാമം മുഴുവൻ ഇപ്പോൾ അയാൾക്കെതിരായിട്ട് തിരിഞ്ഞു. അയാൾ പറഞ്ഞു, അങ്ങനെയോ? എന്നിട്ട് ഈ കുഞ്ഞിനെയും അമ്മയും അകത്തേക്ക് സ്വീകരിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ ഈ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അയാൾക്ക് ആപ്പാട് അറിയാവുന്നൊരു പരിപാടി വിറക് വെട്ട. ആ വിറക് വെട്ടാൻ പോയി. അപ്പോഴും ഓർക്കണം, ഇയാളിങ്ങനെ വിറക് വെട്ടാൻ ചെല്ലുമ്പോൾ ദേശക്കാർ അനുവദിക്കത്തില്ല. ഇയാൾ അന്യ നാടുകളിൽ പോയി വിറക് വെട്ടിയാണ് ഈ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്. ഈ ചെറിയ പെൺകുട്ടിയുടെ ചങ്കുരുകുന്നുണ്ട്. തനിക്ക് വേണ്ടി ഈ മനുഷ്യൻ സഹിക്കുന്ന രീതി അയാൾ ഒരിക്കലും അതിനെ നിശ്ചയിച്ചിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനെ എത്ര കാലം ഈ ഒരു പശ്ചാത്താപത്തിൻ്റെ കനലിൽ ആ സ്ത്രീക്ക് വെന്തുരുകി നിൽക്കാൻ പറ്റും? ഒരു ദിവസം അവളെ തന്നെ ഓപ്പൺ അപ്പ് ചെയ്തു. അവളിങ്ങനെ കാൽപാദങ്ങളിൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങായിരുന്നില്ല ഈ കുഞ്ഞിന് ഉത്തരവാദി. അപ്പോഴും ഈ മനുഷ്യൻ കഴിഞ്ഞ 6 വർഷം മുമ്പ് പറഞ്ഞ അതേ വാക്ക് പറഞ്ഞു, അങ്ങനെയോ? എന്നിട്ട് മഴ ദൂരേക്ക് മാറ്റിയിട്ട് വീണ്ടും തപസ് ആരംഭിച്ചു. ജീവിതം വെച്ച് നീട്ടുന്ന അപമാനങ്ങളെ സമചിത്തത്തോട് സ്വീകരിക്കാൻ പറ്റുമോ? 2ാമതായിട്ട്, ഒരു കാലം നടക്കാൻ ആവശ്യപ്പെടുന്നതോടൊപ്പം 2 കാലം നടക്കാൻ പറ്റുമോ? 2ാമത്തെ കാതെന്ന് പറയുന്നത് മറ്റാരുടെ ഉത്തരവാദിത്വമാണ്. എല്ലാവരും അവരുടെ 1ാമത്തെ കാലം ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എന്താ ഭംഗി? നിങ്ങൾക്ക് വേണ്ടി മാത്രം ഭക്ഷണം പാകം ചെയ്ത് ഒരു ഏപ്രിനൊക്കെ കെട്ടി സ്പൂണും ഫോർക്കുമായിട്ട് ആ ഭക്ഷണം കഴിക്കുന്ന കണക്ക് മഹാബോറ് പരിപാടിയാണ് ഈ അവനവന് വേണ്ടിയുള്ള ജീവിതം. അപ്പോൾ മറ്റാർക്കോ വേണ്ടിയുള്ള ജീവിതം 2ാം മേലുണ്ടായിരിക്കുക പ്രധാനം. യേശുവിൻ്റെ ആ കുരിശ് മരണത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സൈറിയൻകാരൻ ശമയൻ, അയാൾ 2ാം മേലാണ് നടന്നത്. അത് അയാളുടെ ഉത്തരവാദിത്വമായിരുന്നില്ല. എന്നിട്ടും ഇങ്ങനെ ആരുടെയോ കുരിശിൻ്റെ ഒരു ഓരം പിടിച്ചുകൊണ്ട് അയാൾ മുമ്പോട്ട് പോവുകയാണ്. 3ാമതായിട്ട്, ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കും. ഉടുപ്പെന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ പണയവസ്തുവാണ്. അതുമായി ബന്ധപ്പെട്ട ചില ചട്ടങ്ങളൊക്കെ നിയമവർത്തന പുസ്തകം നമുക്ക് വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഉടുപ്പ് പണയം വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയാകുമ്പോൾ ഉടുപ്പവന് തിരികെ കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ തണുത്ത് വിറക്കുന്ന ആ മനുഷ്യൻ്റെ കരച്ചിൽ സന്നിധിയിലെത്തുകയും നിനക്കെതിരായ ആരോപണമായിട്ട് മാറുമെന്നൊക്കെ വേദപുസ്തകം പറയുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിനക്കിങ്ങനെ അർഹതയുള്ള കാര്യങ്ങൾ പോലും വേണ്ടാന്ന് വെക്കുക. അപ്പോൾ ഗൃഹപാഠം ഇതൊക്കെയാണ്. അപമാനങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ? 2, നിൻ്റെ അല്ലാത്ത ഉത്തരവാദിത്തങ്ങളെ കുറേ കൂടി ഗൗരവമായിട്ട് എടുക്കാൻ പറ്റുമോ? 3, അർഹതയുള്ള കാര്യങ്ങൾ പോലും വേണ്ടാന്ന് വെക്കുമോ? ഒരു മലയിൽ പറഞ്ഞതൊക്കെ മറ്റൊരു മലയിൽ പൂർത്തിയാക്കി എന്നുള്ളതാണ് യേശുവിൻ്റെ ഭംഗി. ഒരു പ്രഘോഷണത്തിൻ്റെ മലയുണ്ട്, പിന്നെ ഒരു കർമ്മത്തിൻ്റെ ഒരു മലയുണ്ട്. ഗിരിപ്രഭാഷണത്തിൻ്റെ മല, കാൽവരി മല. ഇത് അതേപോലെ യേശു പൂർത്തിയാക്കി. 1, നിന്ദനങ്ങളെ ഭംഗിയായിട്ട് സ്വീകരിച്ചു. ഇപ്പോഴുമുണ്ട് കുരിശിൻ്റെ മുകളിൽ പല ഭാഷകളിൽ എഴുതി വച്ചിരിക്കുന്ന ആ ശീർഷകം, ഇവൻ യഹൂദരുടെ രാജാവ്. ഉടുതുണിയില്ലാതെ നിലവിളിച്ച് മരിച്ചവൻ്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്ന ശീർഷകം. ജീവിതത്തിൽ എന്തെങ്കിലും അപമാനങ്ങളിൽ കടന്നുപോയൊരു വ്യക്തിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഇയാൾ കടന്നുപോയ സങ്കടത്തിൻ്റെ 10,000-1 അപമാനത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? 2ാമത്തത്, 2ാം മൈൽ. യേശു ഒരിക്കലും തൻ്റെ 1ാം കാലം ജീവിച്ചിട്ടില്ല. അവൻ ജീവിച്ചതൊക്കെ 2ാം മൈലിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് യേശയ്യ പറയുന്നത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്, നമുക്ക് വേണ്ടി അവൻ ബലിക്കുഞ്ഞാടായി. പ്രഹരമേറ്റപ്പോൾ നമ്മൾ വിചാരിച്ചു അവൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ പ്രഹരമേറ്റും. അല്ല, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി. യേശുവിന് 2ാം മൈൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3ാമതായിട്ട്, അർഹതയുള്ള കാര്യം വേണ്ടാന്ന് വെച്ചു. എന്താണ് ഒരാളുടെ ഏറ്റവും ബേസിക്കായ റൈറ്റ്? റൈറ്റ് ഓഫ് ഡിഫൻസ്. ചെയ്താന്ന് ചോദിക്കുമ്പോൾ ചെയ്തില്ലെന്ന് പറയാനുള്ള അവകാശം ലോകത്തെ ഏതൊരു കുറ്റാരോപിതനും കോടതി വെച്ച് നീട്ടുന്നുണ്ട്. അത് യേശുവിന് നൽകിയിട്ടുണ്ട്. എന്നിട്ടോ യേശു നിശ്ചലനായിട്ട് നിന്നു, കണ്ണുപൂട്ടി നിന്നു. തനിക്ക് അർഹതയുള്ള ആ അവകാശം പോലും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ
യേശു തൻ്റെ സഹനത്തെ സ്നാനമാക്കി. അങ്ങനെയൊക്കെ യേശു മരിച്ചതുകൊണ്ടാണ് അവൻ്റെ കൊലയ്ക്ക് നേതൃത്വം വഹിച്ച ആ മനുഷ്യൻ നെഞ്ചത്തിടിച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു, സത്യമായിട്ടും ഇവൻ ദൈവപുത്രനാണ്. സഹനത്തെ നിങ്ങൾ നേരിടുന്ന രീതിയിൽ നിന്നാണ് നിങ്ങൾ ദൈവമാണോ മനുഷ്യനാണെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. സഹനത്തിലാണ് ഓരോരുത്തരുടെയും ലോകം തെളിയുന്നത്. നിങ്ങൾ ശരിക്കുമുള്ള തങ്കമാണോ അതോ ഈ കൊല്ലം സുപ്രീമാണെന്നൊക്കെ തെളിയുന്നത് സഹനവേളകളിലാണ്. അപ്പോൾ ഒത്തിരി പേരുടെ പീഡാനുഭവങ്ങൾക്കും മരണത്തിനും സാക്ഷ്യം വഹിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത മനുഷ്യൻ പറഞ്ഞു, ഇന്നോളം ഇങ്ങനെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. കണ്ടതൊക്കെ സ്വയം ശപിച്ചും അപരനെ അപഹസിച്ചും നിലവിളിച്ചുമൊക്കെ മരിച്ചവരുടെ കഥകളാണ്. ഇതാ ഇവിടെ ഒരാൾ തൻ്റെ സഹനത്തെ സ്നാനമാക്കിയിരിക്കുന്നു. ആമേൻ. മനമേ യേശുവിൻ പാദുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും, ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ. മനമേ യേശുവിൻ പാദുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ